ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ DLC-യുടെ മൂന്നാമത്തെ പാർട്ടാണ് കളിക്കാൻ പോകുന്നത്. ദ റണ്ണവേ കിഡായിരുന്നു ആ സ്റ്റോറിയുടെ നെയിം. അതിൻ്റെ തേർഡ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സംഭവം ഇവനെ പാർസൽ ചെയ്ത് അടുത്ത സ്റ്റോറിലോട്ട് വിടുകയായിരുന്നു. സംഭവം ഇവിടെ ഇവ എങ്ങനെയൊക്കെ അത് കീറി അതിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുണ്ട്. നല്ല വീഴ്ചയായിരുന്നു സംഭവം. തടിയൊക്കെ ഇടിച്ച് കുട്ടിച്ചോണ്ട് ആശാൻ താഴോട്ട് വന്ന് ഷെൽസെല്ലാം നോക്കുന്നുണ്ട്. എണിച്ച് ചത്തമറിയാവുന്നതാണെന്ന് തോന്നുന്നു. എണിച്ചത് ഓടി. ഓക്കെ, ഓക്കെ, നമുക്ക് ഇനി ഇവിടെ എന്തായാലും മുന്നോട്ട് പോവാം. ഇവിടെ കുറച്ചുകൂടി ഡാർക്കാണെന്ന് തോന്നുന്നു. അവിടെ ഷെൽസ് ഫുള്ള് കംപ്ലീറ്റ് ഷെൽസ് അവിടെ. ഓക്കെ, ചെരുപ്പൊക്കെ എടുത്ത് മറച്ചോണ്ട് ഓടുന്നുണ്ട്. നമുക്ക് ആ ഗ്യാപ്പ് വഴി കയറാൻ പറ്റത്തില്ല ഗൈസ്. അതിവരണം കയ്യെത്തത്തില്ല. അതാരാ കുടുങ്ങി ഗൈസ്. ഓക്കെ, നമ്മളതിനെ ഹെൽപ്പ് ചെയ്യണം കേട്ടോ. അയ്യോ, പിണങ്ങിയിരിക്കുന്നു. സ്ക്രീൻ തലേ. ഓക്കെ, ഇവനെ വച്ചിട്ട് അതെ ഗൈസ്, ഇനി ഫുള്ള് നമുക്ക് ഇവരുടെ ഹെൽപ്പിൻ്റെ ആവശ്യമുണ്ട്. ഇവരെ വച്ചിട്ടാണ് നമ്മളെ ഗെയിമിൽ നിന്ന് കംപ്ലീറ്റ് ലെവൽ അൺലോക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അവനെ കൊണ്ടുപോവാം. എന്തെങ്കിലും എവിടെയെങ്കിലും ആവശ്യം വരും. ഞങ്ങൾക്ക് ആദ്യം കാണുമ്പോൾ ഒരു പേടിയുള്ളൂ കേട്ടോ. അവിടെ എന്തായാലും കഴിയത്തില്ല വയസ്സ്. ഇതിൻ്റെ ആവശ്യം തന്നെ വേണ്ടി വരും. ഇതിനെ എടുത്ത് എന്തായാലും നന്നായി. കുറച്ചുകൂടി ബേക്കിലോട്ട് നിൽക്കണമെന്ന് തോന്നുന്നു. ഓക്കെ, ഇനി ഇറങ്ങി നോക്കാം. എന്ന് തോന്നുന്നു. അതെ വേസ്, അത് വിട്ടുകഴിഞ്ഞാൽ ലിവർ വിട്ടുകഴിഞ്ഞാൽ ഡോർ അടഞ്ഞു പോവോ? വരുന്നില്ല. ഓക്കെ, അപ്പോൾ അവൻ വരത്തില്ലാന്ന് തോന്നുന്നു. നമുക്ക് പെട്ടി തള്ളി മാറ്റാം. ഓക്കെ വേസ്, വന്ന് ഇട്ട് തള്ളി മാറ്റി താടാ. അവനും കൂടി ഹെൽപ്പ് ചെയ്ത കേട്ടോ. നമുക്ക് ഒറ്റയ്ക്ക് തള്ളി കഴിഞ്ഞാൽ അത് മൂവത്തില്ല കേട്ടോ. ഓക്കെ, മേളിലൊരുത്തനെ ജയിലിനകത്ത് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവനെ ഹെൽപ്പ് ചെയ്യണം. അതിന് മുന്നേ ഇവിടെ ആരോ കിടന്ന് പിടയ്ക്കുന്നുണ്ട്. ദേ ആ താഴത്തെ ഷെൽഫ് നോക്കിക്കേ. ഹെമാര് പിണങ്ങിയിരിക്കുന്നതാണോ നല്ല രസം കേട്ടോ. സംഭവം ഒരു ഷെൽസ് അല്ല, വേറെന്തോ ആണ്. ഷെല്ല് കണക്ക് ഇരിക്കുന്നേ ഉള്ളൂ. അവരാണ് നമുക്ക് ഇനി അടുത്ത മേലെ കയറാനുള്ള ആ പെട്ടി താഴേക്ക് എത്തിക്കുന്നത്. കിഞ്ഞവനെ തുറന്നു വിടാം. അതെ, അവനെയും തുറന്നു വിട്ട് ഇപ്പം നമുക്ക് 3 ഫ്രണ്ട്സ് ആയിട്ടുണ്ട് ഗൈസ്. എടുത്ത് ഹഗ് ചെയ്യുമ്പോഴാണ് അവൻ നമ്മളെ അവനെ ഇഷ്ടപ്പെടുന്നത്. പൂച്ച തുകയെടുത്തും തോങ്ങണൊക്കെ പോവുക. ഓക്കെ, എല്ലാവരും കൂടി താങ്ങി തള്ളിക്കോ. അതെ, എല്ലാവരും കൂടി തുറക്കത്തോളും ഗൈസ്. ഓക്കെ, നമുക്ക് സ്ഥലത്തോട്ട് പോവാം. ഇതെന്താ കയറാൻ പറ്റുന്നില്ല ഗൈസ്. ഫുള്ള് തയ്യായി കേട്ടോ. ഫുൾ എന്താ സംഭവം? കോൾ ഫാക്ടറി ആണെന്ന് തോന്നുന്നു. കംപ്ലീറ്റ് കോളാ.
ഒന്നുമില്ല വേസ്റ്റായിട്ട് തൂങ്ങി. ഓക്കെ, നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. വാടേ പിള്ളേരെ എല്ലാവരും വരണ്ടായേ. ഒരുത്തൻ പോയി ഗൈസ്, ഇതിൻ്റെ ഇടയിലൊരുത്തൻ പോയി. യവനെ ഞാൻ ഇന്ന് അവനെ കൂടെ എടുത്ത് ഹഗ് ചെയ്യാം. ചിലവില്ലെങ്കിൽ ഓടിക്കളയുന്നെങ്കിലും അതെന്താ ചൂണ്ടി കാണിക്കുന്ന ഇങ്ങോട്ട്. വെയിറ്റ് ചെയ്യാം, ഞാൻ പോയി ആ വരാത്തവനെ എടുത്തോണ്ട് വരട്ടെ. എവിടാ? വാ ഓടി വാ. ഇവരെ വെച്ചിട്ട് എന്തോ കാര്യമായിട്ട് പണിയുണ്ട് ഗൈസിന്റെ. ഓക്കെ, എല്ലാരും എന്നെ നോക്കിയിട്ട് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇത് ഓണാക്കാനായിരിക്കും. ഗൈസ്, ബോംബായിരുന്നോ? ഇതെന്താ എല്ലാരും കൂടി എങ്ങോട്ടാണ്? ഓക്കെ. സംഭവം ഇത് ഈ മിഷൻ പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ട് അവര് എന്തോ കോൾ കൊണ്ടുവന്ന് അതിനകത്തോട്ട് ഇടാണ് ഗൈസ്. നോക്കിക്ക് ഒരു കുഞ്ഞാണ്, നടക്കാൻ പോലും പറ്റുന്നില്ല. എടുത്ത് താങ്ങിയൊക്കെ പോകുന്നു. ഓക്കെ, ലെഫ്റ്റ് സൈഡിലായില്ലേ ആയിട്ടൊരു താഴെ വന്നിട്ടുണ്ട്. റൈറ്റ് സൈഡിൽ നമുക്കൊരു ഡോറും ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് റൈറ്റ് സൈഡ് പോവാം. ഇവിടെ ഇല്ലേ? ഓക്കെ, ഇവിടെ ഒരുത്തനുണ്ട് കേട്ടോ വയസ്. ഇവിടുത്തെ കയറി ഒളിച്ച് ഒരുത്തന്തോ അതുപോലെ അതിൻ്റെ ഇടയിൽ പെറ്റ് നിൽക്കുക. ഓക്കെ സാധനം നമ്മൾ രക്ഷിച്ച് അവനെ ഹഗ് ചെയ്തിട്ട് അവനെ നമ്മൾ ആളാക്കി. നീ അടുത്ത അവനെയും കൂടെ നീങ്ങുന്നില്ലേ? ആന താറട്ടെ. ചാടി ഓടിക്കളഞ്ഞ മേലെ ചെന്നിരിക്കുക, പിണങ്ങിയിരിക്കുക. കാണാൻ ഇനി നമുക്ക് വെള്ളോട് കരിയുമായിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ലേറ്റർ മറപ്പോയി കുറച്ചുകൂടി എന്താ വീണ്ടും പിണങ്ങി അവിടെ ചെന്നിരിക്കുന്നേ. ഓക്കെ, ഞാൻ തിരിച്ചു വരാൻ വേണ്ടി കടകൂട്ട. അവൻ താഴോട്ട് ചാടി. അവനെ നമുക്ക് വന്നിട്ട് നോക്കാം. പേറും കംപ്ലീറ്റ് ശരീരവും ഇതായിട്ടുള്ളതൊക്കെ നമുക്ക് ഇനി ലിവർ ഒന്ന് പുള്ളി കൊടുക്കാം. എന്താ സംഭവം എന്നറിയാലോ. ഓക്കെ, ലിഫ്റ്റിൻ്റെ ലിവറാണ് ഗൈസ്. പക്ഷേ ഇരുന്ന 2 ഫീസിലൊരു ഫീസ് അടിച്ച് പോയടേ. നമുക്കൊരു ഫീസ് കണ്ടുപിടിക്കാൻ പോകണം. ഇവിടെ ആയിരിക്കണം ഫീസ്. ടോർച്ചടെ പെട്ടെന്ന് പോയി ഫീസടെ. Who's that? ജലസീവി കയ്യൻ. ഇവിടെ നിൽക്കുക കുറവായി. ഞാൻ വിചാരിച്ചു നൈസ് സൗണ്ടൊക്കെ അത് പോവാന്ന് വിചാരിച്ച്. ഈ ചാർക്കോളിൽ ചവിട്ടുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ചാർക്കോളിൽ ചവിട്ടാതെ നമ്മൾ പോണം. കാലൻ അവിടെ നിന്ന് പോകുന്നില്ല. ഓക്കെ, തിരിഞ്ഞ് ഓടിക്കോ. അവന് കണ്ണ് കണ്ടത് കല്ലൂടെ ഈ ചാർക്കോൾ പെട്ട് ഇല്ല. ഇവിടെ അത്ര മറ്റേ അല്ലാതെ കിടക്കുന്നില്ല സൗണ്ട്. ആരെ തപ്പിൻ്റെ ഇടയ്ക്കണം നടക്കുന്നത്. ഇങ്ങോട്ടല്ലായിരുന്ന വഴി, ഇങ്ങോട്ട വഴി. നമ്മളടുത്ത റൂമിലോട്ടെത്തി. അവൻ്റെ എന്നെ സവസ്യമായി രക്ഷപ്പെട്ട് ക്ഷമ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. വഴി സ്ട്രൈറ്റാണ്. അങ്ങോട്ടാണ് വഴി. ആ മരുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് സ്കൂപ്പ് ആവണം. ചാർക്കോൾ ഇപ്പൊ ചവിട്ടിയേനെ. കേർപ്പിക്കോ ധൈര്യമായിട്ടിരിക്കണോ ഇവിടെ. പണിയായല്ലോ ഗൈസ്. ഇതെന്താ ഒരു അവശബ്ദം? പണിയായി ഗൈസ്. ഓടിക്കോ. സ്റ്റെപ്പൊക്കെ ഇളകിയിരിക്കുകയാണ്. എത്ര പയ്യൻ നടന്നാലും ആ സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, നമുക്കിനി ഒരെണ്ണമേ കുട്ടിനെ കൊണ്ട്
ജമ്പേക്ക് ഡാക്കേണ്ടതാണ്. ഓക്കെ, ചാടിക്കും ചാടിക്കും ചാടിക്കും. യെസ്, ശരി. ഇനി അവൻ്റെ കാര്യത്തിൽ പേടിക്കാനില്ല. ഓക്കെ, കുറച്ച് വേണ്ട. ഇതെന്താ കുറേ അരമരകളുണ്ടല്ലോ. അരമര ഒന്ന് എന്താ ഉള്ളേ? ഫയൽസ്. അരമര രണ്ട് എന്താ ഉള്ളേ? മോപ്പ് ആൻഡ് ബക്കറ്റ്. നോ ആവശ്യം. ഓക്കെ, അലമാര മൂന്നു. എന്താ തുറക്കാത്തെ? ലോക്കാണ് ഗൈസ്. അല്ല, ചെയർ. ഓക്കെ ഓക്കെ ഓക്കെ, ഈ ചെയർ ആ ഫയൽസിൻ്റെ അവിടെ കൊണ്ടിടണം. അത് കഴിഞ്ഞ് ഫയൽസ് വിളിച്ചാടി കയറി ഓടിക്കോളോ. ഇതിൻ്റെ ഇടയിൽ ഫീസിൻ്റെ ഇവിടെ എങ്ങനെ ഉണ്ടാന്തോ? എന്തിനാ ഇത്രയും ദൂരെ കൊണ്ടുവന്നൊരു ഫീസല്ല അതൊക്കെയാണ്? ഇതിലെ വഴിയുണ്ട്. ഓക്കെ, ആ ലൈറ്റിൽ ചാടി പിടിക്കാം. ഓക്കെ, സിങ് ചെയ്ത് ചാടിക്കോ. ആ, അത്ര ഉണ്ടാവൂട്ടാ. ഓക്കെ, കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള സ്ഥലമോ? ചാടിയോ? ഓക്കെ, ഈ ഇറങ്ങിക്കാം. ഇതെവിടെ കണ്ടിട്ടുള്ള സ്ഥലം പോലെ ഇരിക്കുന്നല്ലേ? ഓ, ഇവിടെ നിന്നീട് ചാട്ടമാണല്ലോ വേണ്ടത്. എത്തോ ബേസ്? എത്തി. പിന്നെ അല്ല ടോർച്ച്. ആവശ്യമുള്ള ഫീസുണ്ട്, പക്ഷെ വർക്കാണോ ഒരെണ്ണേ ഉള്ളൂ. ഓക്കെ ഗൈസ്, നമുക്ക് അതിൻ്റെ മണ്ടേ കയറണോ? ഈ ഷെൽഫിൻ്റെ എല്ലാം രണ്ടാമത്തെ അറിയായിരിക്കും ഗൈസ് ആക്കുക. നമ്മൾ ഫസ്റ്റത്തെ ലിറ്റിൽ മേഴ്സ് ഫസ്റ്റ് കളിച്ചപ്പോഴേ എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൽ കുറേ ഭാഗത്തിൽ, അതായത് നമ്മൾ ചെന്ന് ആദ്യമേ ചെന്ന് ഫസ്റ്റത്തെ റോ തുറക്കും, രണ്ടാമത്തെ റോ വരില്ല. പിന്നെ വീണ്ടും ഇറങ്ങി രണ്ടാമത്തെ റോ തുറക്കണം, അതിൻ്റെ ലാസ്റ്റത്തെ റോ വരത്തില്ല. അങ്ങനെ കുറേ ഇതാണ്. സോ നമുക്കിപ്പോൾ ആദ്യം വേണ്ടി അങ്ങനെ അങ്ങ് പോയാൽ മതിയല്ലോ. പക്ഷേ സക്സസ് ആയി. ഓക്കെ, ഫീസ് നമ്മൾ എടുത്തിരിക്കുകയാണ്. ഓക്കെ, ആകെ ഒരു ഫീസ് ഉണ്ടായോ? എടുത്തു. ഇത് ഈ വഴി ലാമൻ്റെ ജാസിഫിക്കായൻ്റെ അടുത്ത് എത്തുന്ന വഴിയല്ലേ ഗൈസ്? അതെ ഗൈസ്, മാക്സിമം സൗണ്ട് ആക്കുന്നത് പോവാം. ഓക്കെ, നമുക്കൊന്ന് കുറച്ച് സ്പീഡാക്കാം. നിങ്ങൾ കുറച്ചൊന്ന് ലാഗാവും. കാലം വരുന്നുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, ഈ ടൈമിൽ നമുക്കിവിടെ നിന്ന് സ്കൂട്ടാവാം. ഓ ഓ ഓ ഓ, ഡിസ്റ്റൻസാണ് ഗൈസ് ഇതൊക്കെ. ഇനി നമുക്ക് ഓടിയങ്ങ് പോവാം. എന്തായാലും സൗണ്ട് കേട്ടാൽ കുഴപ്പമില്ല, ഓടിയങ്ങ് പോവാം. ഇനിയെങ്കിലും നൂന്ന് ഓടറാ, അവൻ്റെ കൈ തുടങ്ങി എത്തി. സത്യം. ഓക്കെ, നമുക്ക് അടുത്ത ഫീസ് വെക്കാം ഗൈസ്. ഒരു ലിഫ്റ്റ് ഓപ്പറേറ്റ് ആകാനാണ് ഈ ഫീസിൻ്റെ ആവശ്യം. ഓക്കെ, ചാടിക്കാറിക്കും. ഓ, പിള്ളേരെ കൊണ്ടുവരണം പണിയെടുപ്പിക്കാൻ. പുറത്തോടെ വീണതുണ്ടോ ഗൈസ്? ഓക്കെ, ഒരു താഴെ കൂടി ഇങ്ങോട്ട് പോയിട്ടുണ്ട്. അത് ഏതാ വഴി? കംപ്ലീറ്റ് കോളിൻ്റെ പൊടിയാണ് ഗൈസ്. ഓക്കെ ഓക്കെ, നടക്കുന്ന കറുത്ത പൊടി പറക്കുന്നു. ഇതെന്നാരാ ഇതിനകത്ത്? ഓക്കെ ഗൈസ്, നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാം. രണ്ട് വഴിക്കൂടി. ഓക്കെ, അത് ഇങ്ങോട്ട് പോയാൽ ഹെൽപ്പ് ചെയ്യാം. എവിടെയാ? ആ, ഇവിടെ ഇരിക്കുക. വന്നേ, ഒരു ഹഗ് ഇരട്ടെ ചേട്ടാ. ഓക്കെ ഗൈസ്, അവനെ ഹഗ് കൊടുത്ത്.
ഇനി അടുത്തവൻ ഇവിടെ നിൽക്കുക. അതും കുറച്ചൊന്ന് സ്പീഡാക്കാം ഗൈസ്, കാരണം എന്നായിട്ട് കുറെ ഓടിച്ചാൽ എന്തായി പോയി ഗൈസ്. ലാസ്റ്റ് എനിക്ക് ഒരു 30 മിനിറ്റ് ഇട്ട് ഓടിച്ചു കാണും. എങ്ങനെ ആഗ്രഹം പിടിക്കാൻ കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ അത് വിട്ട് ഗൈസ്. അവനെ പിടിക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ട്. പക്ഷെ അവനെ ഞാൻ പിടിക്കും ഗൈസ്, നോക്കിക്കോ. അവനെ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും. ഒരുത്തവിടെ നിന്ന് ഭയങ്കര ഡാവിഞ്ചി കളിക്കുന്നുണ്ട്. അവനെയും കൂടെ തൂക്കണം ഗൈസ്. ഡാവിഞ്ചി സുരേഷ് ഇതാ റാവനാ ഒരു ഗൈസ് ആണ് തൂക്കിനെ. എന്തൊക്കെയോ പടമൊക്കെ വരച്ച് ഞെരിക്കുക. ഒക്കെ യവനെ വച്ചിട്ടാണോ ഞാൻ അടുത്ത് തന്നെ പിടിക്കാനുള്ളത്? വല്ല വയസ്സ് ഈ കാലനെ ഓട്ടിക്കണം. എന്തോട്ടാ കഴിച്ചത്? വല്ലാത്തൊരോട്ടമായി പോയി വയസ്സവൻ. ഹലോ മൊബൈലില് ഹലോ മൊബൈലല്ലോ, ഹലോ സിനിമയിൽ വേണ്ടില്ല ആ ഓടുമല്ലോ ജഗതി. അത് കണക്ക് ഓടുന്നു. കിട്ടി ഗൈസ്, കിട്ടി ചെറുക്കനെ പാടാ. വല്ലാത്തൊരോട്ടോ ഗൈസ്, അവനെ ഓടിച്ച് കൊന്നു. വട നിന്നെ തൂക്കി എറിയാൻ ഗൈസ്. ഉറച്ച് ബാക്കിലോട്ടാണല്ലോ. ഓക്കെ ഇറങ്ങോ. ഗൈസ് ഡോർ തുറന്ന് നമുക്കിനി ബോക്സ് തള്ളിയോട്ട് കൊണ്ടുപോയിക്കണം. ഇല്ലെങ്കിൽ ചെറുക്കന്മാരെ കൊണ്ടുപോകാൻ പറ്റൂല. അമ്മാരുടെ അയ്യ എടുക്കാൻ ഡോറടെ. ഓക്കെ ഇറങ്ങിക്കോട്ടെ പിള്ളേരെ. പാടേ. ഓക്കെ ഗൈസ്, നീ ഓരോന്നിനടുത്ത് ലിഫ്റ്റ് കയറ്റാം. കുറച്ച് ബാക്കിലോട്ട് നീ എറിയ. എല്ലാം എറിയുന്ന ടൈമിലെല്ലാം കുറച്ച് ഫ്രണ്ടിലോട്ടായി പോകുന്നു. കാരണം വ്യൂ ഇവിടെ നിന്ന് സ്ട്രൈറ്റ് ആവുകൊണ്ട് അറിയാൻ പറ്റുന്നില്ല. സൈഡ് വ്യൂ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ദൂരം. ഓക്കെ പിള്ളേരെല്ലാം താഴെ കൊണ്ടുപോയിട്ടുണ്ട്. ഈ ലിവറിനെയും വിളിയേണ്ട ആവശ്യമുണ്ടോ? കാലോയിലായിരിക്കും. ഓക്കെ എന്തിന് ഇനി അടുത്തല്ല വഴിയുണ്ടാന്ന് നോക്കാം. ഓക്കെ അതിൻ്റെ ഏതൊരാവശ്യമില്ല. ലിഫ്റ്റ് 1 ടൈം ഓപ്പറേറ്റ് ചെയ്താൽ മതിയായിരുന്നു. ഓക്കെ ആരെങ്കിലും എടുത്ത മാടാ ചാടി പിടിച്ചോന്നേ. തൂക്കി എറിഞ്ഞോ. ഫ്രണ്ടിലോട്ടായി പോയി. കുറച്ച് വേഗിലോട്ട് വന്ന് നീ വന്ന് ഭയങ്കര വെയിറ്റ് എന്നെ അടുത്തറിയാം. പിന്നെ അല്ല വാ 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 ഒന്നിനെ തൂക്കി എറിഞ്ഞാൽ മതി. ആ നിങ്ങളിവിടെ നിൽക്കിയല്ലേ ഇരുന്നാ? പിണങ്ങി മേലിരുന്നതൊക്കെ താഴെ ഇറങ്ങിയത്. ഒരുത്ത യോന ഞാൻ ഇന്ന് ആ വാ തലേ സമൂസയും വെച്ച് നടക്കുക. പക്ഷെ പാവങ്ങളാ കേസ് നോക്കിയേ. യുവന്മാരും മാരിച്ചിടാൻ ജോലിയാ. പൊയ്ക്കോ എല്ലാവരും പോയി ജോലി ചെയ്തോ. വൈകുന്നേരം എല്ലാം ശമ്പളം തിരിച്ച് വരുമുണ്ടോ? ലൂടി പോയിനടാ. ഓക്കെ ക്ലാസ് ഓക്കെ ഗൈസ്, നമ്മൾ ഒരു സൈഡ് കംപ്ലീറ്റ് സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും ആ ലിഫ്റ്റ് പോകത്തക്ക ശക്തി അതിനില്ല. സോ നമുക്ക് ഇനി അടുത്ത ലെഫ്റ്റ് സൈഡ് ക്ലിയർ ചെയ്യാനുണ്ട്. ഓക്കെ ലെഫ്റ്റ് സൈഡ് നമ്മൾ കേൾപ്പൊക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഓക്കെ ലെഫ്റ്റ് സൈഡ് നമുക്ക് ടോപ്പിൽ നിന്ന് തുടങ്ങാം. അവിടെ നിന്ന് ക്ലിയർ ചെയ്ത് വരാം ഗൈസ്, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ ഇവിടെ വേറെ ഒന്നുമില്ല ഗൈസ്. ഇവിടെ ഒരൊറ്റ റൂമേ ഉള്ളതെന്നാണ് തോന്നുന്നത്. ഇവിടെ എങ്ങാനും ഉണ്ടാകുന്നു. എനിക്ക് രസമില്ല, ഒരൊറ്റ റൂമേ ഉള്ളൂ. ഓക്കെ ഇവിടെ വേറെ ഒന്നും കാണുന്നില്ല.
ഇതെന്താ ചവിട്ടുന്ന ഓക്കെ ഗൈസ്. അപ്പം നമുക്ക് താഴോട്ടാണ് പോകേണ്ടത്. ഇത് കുറച്ചും കൂടി ഫ്രണ്ടിലോട്ട് വന്നിട്ട് ചാടി നോക്കാം. സാധനം കറക്റ്റായി. ലാസ്റ്റ് വൺ ടൈം. ഓക്കെ സാരമില്ല, ചത്തുപോയാന്തോ ജെസിബി ദയമന. ഇവൻ എല്ലായിടത്തും ഉണ്ടല്ലോ. നമുക്ക് ഇവിടെ ഇനി എന്താ പരിപാടി എന്ന് നോക്കാം. എനിക്ക് ഈ പേപ്പർ വഴി മാത്രം നടക്കണം. പോടാ, എന്റെ കൈ വന്നത് ഇങ്ങോട്ടെ വഴിയും ശബരി കെട്ടി അടച്ചേക്ക്. ആ പേപ്പർ അടക്കുന്നത് വഴി നമുക്ക് മാക്സിമം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് ഗൈസ്. ഓക്കെ, ചടിക്കാറിക്കും അവ ഇടയ്ക്കായി ശ്രദ്ധിക്കുന്നുണ്ട്. സ്മെല്ലിന്റെ പിടിക്കുന്നുണ്ട്. ഫോണിന്റെ കൈ പോകുന്ന തോട്ടയാണ് വെയില്. ഞാൻ സ്മെല്ല് പിടിച്ചൊണ്ടിരിക്കും. നമ്മൾ ഓടിക്കഴിപ്പോ മാക്സിമം പേപ്പറെ കൂടി തന്നെ നടക്കണം. നമ്മൾ പോടാ, പെട്ടെന്ന് കയറി വരുന്നു. അവൻ ഇങ്ങോട്ട് വരികയാണ്. പെട്ടെന്ന് ഓടിക്കോ, അപ്പുറത്തെ പേപ്പർ ചാടിക്കോ. ഓക്കെ, ഇപ്പം ഇത് കേട്ട് ഇപ്പം ഇത് തിരികെ കഴിഞ്ഞാൽ നല്ല സൗണ്ടായിരിക്കും. സോ അവിടെ ഒരു ലിവറുണ്ട്. നമുക്ക് ലിവർ ഒന്ന് പുള്ളി നോക്കാം. നമുക്ക് റൈറ്റ് സൈഡിലുള്ള എന്തൊരു മെഷീൻ ഓൺ ആയിട്ടുണ്ട്. അതിന് സ്വിച്ച് ഉണ്ട്. നമ്മൾ ആ സ്വിച്ച് ലക്ഷ്യമാക്കി പോവേണ്ടതാണ്. ദൈവം അവിടെ ഒരു തന്നിച്ചെന്ന് പെട്ടെന്ന് അതെ അവനെന്ന് അത് പ്രതിമയാണ്. ഓക്കെ, സ്റ്റാർട്ട് ഓടിക്കും. എനിക്ക് സാറപ്പ് ഇങ്ങോട്ട് വരുന്ന ടൈമിനുള്ളിൽ നമ്മൾ സൈഡിൽ നിൽക്കാം. ഓക്കെ, പോടാ പെട്ടെന്ന് പോ. അത് ഓഫാക്കുന്നതിന് നമുക്ക് ഈ ഡോർ തുറക്കാം. ഞാൻ പറഞ്ഞോ, അത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ടായിരുന്നു. കിട്ടാന്നറിയെങ്കിലും ഓക്കെ, അവിടെ നമ്മൾ സയൻസിനെ രക്ഷപ്പെടുത്തിക്കാണ്. ഇനി ഇവിടെ അവൻ്റെ ശല്യം കാണത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇവിടെ ഇനി എന്താ നോക്കാം. ഒരു ലേറുണ്ട് ഗൈസ്, ഒന്നുമുണ്ട്. ഭാഗ്യത്തിന് എവനെ വിശപ്പും മരുന്നുണ്ടാവുന്നില്ല. ഓക്കെ ഗൈസ്, ആ ലാട്ടിൽ നമ്മൾ കയ്യെത്തത്തില്ല. സോ ഒന്നും കാണുന്നില്ല. ജയൻ മേളിലെടുത്ത് നിൽക്കുന്നു. ആ ഗ്ലാസ് കുക്കിനകത്തിട്ട് അവനേ ഇതിപ്പോൾ എങ്ങനെയാ രക്ഷിക്കലേ? എന്നോട് ചാടാനും പറ്റത്തില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ചാടുന്നതനുസരിച്ച് അവൻ ചാടുന്നുണ്ട്. അങ്ങനെ കണ്ടോട്ടാ, ചാടടാ. ഒരു വലിയ ചാട്ടം അത്രേ ഉള്ളു. ഓടുന്നുമ്പ് ചാടിയെടുത്ത് ഓടാൻ കേട്ടാവേ. ഓക്കെ, ഒരുത്തനെ കിട്ടുള്ളൂ. ഇവനെ വെച്ച് നമുക്ക് എല്ലാവരും താഴെ ഇറക്കാം. നോക്കാം. യെസ്, അത് തന്നെയാണ് പ്ലാൻ. ശേ, വേറെ ഇങ്ങോട്ട് ഫണ്ട് അവിടെ നിങ്ങോട്ടറിയാം. ഇതിന് ശാസ്ത്രത്തിൻ്റെ ഓരോ വളർച്ച. നമ്മൾ പോകുന്ന ഇടയിൽ നോക്കി നിൽക്കുന്നവൻ. ഇത് താഴെ ഇറങ്ങാം ഗൈസ്. ബട്ട് എങ്ങനെ? നീ വേറല്ലേ ഗൈസ് ഇരിക്കുന്നത്?
ഓക്കെ താഴെത്തി ഗൈസ്. തിരിച്ചു കയറി ഓക്കെ തിരിച്ചു കയറി വരുന്നു. പക്ഷേ കയറാൻ മൊത്തം ഓക്കെ ഗൈസ്. മുന്നേ സൈഡ് വഴി കയറി ഇങ്ങ് പോവുക. ഇവിടെ സൈഡിൻ്റെ ലെഫ്റ്റിലോട്ട് വഴി ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എന്തെങ്കിലും കളക്റ്റബിളിൻ്റെ വഴിയായിരിക്കും. അതൊക്കെ പിന്നെ നോക്കാം ഗൈസ്. നമുക്കാദ്യം അപ്പുറത്ത് പോകണം. അതിന് ഇതെന്താ വരാത്തെ? ഓക്കെ ഞാൻ പാളത്തിൽ നിന്നല്ലോ. പിടിച്ചിട്ട് വരുന്നിൻ്റെ വയസ്സിത് ഓക്കെ തള്ളിക്കും. എന്താ പരിപാടി? ഇവിടെ ഉണ്ടാക്കിയ ഞാൻ വെച്ച് ഡോർ ഉടയ്ക്കാനില്ല. പക്ഷേ നടക്കൂല. ഓക്കെ സംഭവം ഇതുവരെ കയറി പോകാം. ഞാൻ വിചാരിച്ചു ഇത് വെച്ചിട്ടാണ് ഡോറ് നേരം തള്ളികൊണ്ടു തന്നെ ഡോറ് ഇടിച്ചു പൊളിക്കാനോ വിചാരിച്ച്. പക്ഷെ നടന്നില്ല. നമ്മൾ ഇവിടെ മാക്സിമം കളക്ട് ചെയ്യാനുള്ളത് അതും പോകത്തില്ല. അപ്പം നമുക്ക് ലെഫ്റ്റിലേക്ക് ഞാൻ പോകല. നമ്മളിവിടെ മാക്സിമം കളക്ട് ചെയ്യാനുള്ളത് ഈ ശരി സ്ഥലം വരെയാണ് സമൂസകൾ. സ്റ്റാർട്ടാക്കണമെങ്കിൽ നമുക്കൊരു സമൂസേൻ്റെ ആവശ്യം. വെന്മാരിവിടെ വിടണോ? അതെ കാറ് വിൽക്കാൻ നടന്നോടുന്നു. എവനെ നമുക്ക് മേലിലെത്തിക്കണം. അവിടെയല്ല ഇവിടെ. എന്നിട്ട് ആ സ്വിച്ച് ഓണാക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാർഗറ്റ്. കയറി പോടാ കുട്ടാ. ഏറി തൂക്കേറി പിടിച്ച് ഗൈസ് കയറിയില്ല. കുഴപ്പമില്ല, കയറാൻ ടൈം ഉണ്ടല്ലോ. നീ ആ സ്വിച്ച് പിടിച്ച് താക്കണം. ശേ അടുത്തായി പോകുന്നു ഗൈസ്. ഓക്കെ അതെ ഇത്രയും ഡിസ്റ്റൻസ് എങ്ങനെ വേണം. ഇനി നമുക്ക് നിരങ്ങി പോയാൽ വള്ളിയിൽ പിടിക്കണ്ടേ. എടേ നീ ഇവിടെ നിൽക്കണ, നീ വരല്ലേ. ഓക്കെ ഗൈസ് അതായത് സംഭവം. ചെറുകതിനകത്ത് പോയി ഇനി അവനെയും കൂടെ തൂക്കണം. ഇതൊക്കെ നമുക്ക് പിടിക്കാനുള്ളേ ഉള്ളൂ. കാരണം അവിടെ ഓടവിടെ വിട്ടോ. യവൻ എന്നെ ഇവിടെ ഇട്ട് പെടുത്തി. എനിക്ക് ഞാൻ വിചാരിച്ചിരുന്നത് ഈ ലെവൻ്റെ അവനെ പിടിക്കാനേ പറ്റത്തില്ലെന്ന്. എനിക്ക് തോന്നുന്നൊരു 40 മിനിറ്റ് എടുത്ത് കാണും. എന്നെ ഇവിടെ തോട്ടിച്ച് ഫൈനലി കിട്ടിയതാ. ഈ ലെവല് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. ചിലർക്ക് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ചിലർക്ക് ചിലപ്പോൾ ആദ്യമേ കിട്ടിക്കാണും. പക്ഷെ എന്നെ കൺഫേം കഴിച്ച് 40 മിനിറ്റ് തോട്ടിച്ച്. ഓക്കെ വൈസ് തൽക്കാലം ഇവനെ കൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് പോവാം. വാ ഇവിടെ 2 പേരേ ഉള്ളു വൈസ്. ഓക്കെ ആരാണ് ലിവർ പുള്ളി ചെയ്യാൻ പോകുന്നത്?
പോയി വലിച്ചെടുത്തോണ്ട് വാ. അത്ര ഇപ്പം സ്ട്രൈറ്റ് ചെയ്യുന്നാലും സൈഡ് നിന്നാലും അടുത്തായി പോവുക. മതി, ഒന്നിലാവുന്നു മതി. വാ വാ വാ, എല്ലാവരും വാ. ഈ അടുത്ത പരിപാടി തള്ളുക. തള്ളു. 3 പേരുടെ തള്ളടേ. വെയിറ്റ് അതിന് മുന്നേ നമുക്ക് മേളിൽ കയറാത്ത സ്ഥലമുണ്ട്, അത് പോയൊന്ന് നോക്കിയിട്ട് പോകണം. അവിടെ ഇനി വല്ലതും ഉണ്ടെങ്കിലോ. അവിടെ ഫുൾ ആർട്ടാ. എൻ്റെ ഡാവിഞ്ചിയുടെ പരിപാടിയാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇടയിൽ ഒരു ആർട്ടിസ്റ്റ് അല്ലേ. ഓക്കെ ഗൈസ്, ഇവിടെ വേറെ വഴിയില്ല. അതിനകത്തിറങ്ങി പോവാന്ന്. പക്ഷെ അവിടെ ഒരു സ്വിച്ച് ഉണ്ട് ഗൈസ്. ഓക്കെ, ഓ മറ്റേ ബിഗ് ബോസിന്റെ കണ്ടാണ് പോയി ഗൈസ്. നമ്മൾ ആദ്യം കണ്ടോ എന്തൊക്കെ ലിവറൊക്കെ കിടക്കുന്നുണ്ട്. മറ്റേ ആ ലെവലെത്തിയുള്ളൂടാ 6 ഇപ്പോ. ഓ ഇതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടാ മറ്റേ ജെസപ്പിക്ക് എന്നെ കൊല്ലുന്നു. അതൊന്നും സംഭവം. നമുക്കെന്തായാലും ഇനി അടുത്ത് നമ്മുടെ അമ്പൂങ്കി തള്ളിക്കൊണ്ടുപോ. ഇറങ്ങി ഒന്നും അറിയാൻ പറ്റത്തില്ല. ഓക്കെ, എല്ലാവരും കൂടെ തള്ളുക. ഇത്രയും പേരുണ്ടെങ്കിൽ ഇതിന് തള്ളിക്കയറ്റാൻ പറ്റത്തുള്ളൂ ഗൈസ്. കാരണം നേരത്തെ തള്ളിയപ്പോൾ പകുതി പോലും പോയിട്ടില്ല, അവിടെ വെച്ച് നിന്നു. പക്ഷെ ഇപ്പം നോക്കിയേ, ലാസ്റ്റ് നിൽക്കുന്ന ശരിക്കും തള്ള തന്നെയാണ്. നീ കള്ളനാണെന്ന് തോന്നുന്നു. നോക്കിക്കേ, എവിടെ കൈ മിക്കവാറും ഗെയിം തെളിയിച്ചറിയും ഗൈസ്. അവന്മാരിൽ ആത്മാർത്ഥമായിട്ട് തന്നെ പണിയെടുക്കുന്നുണ്ട്. അപ്പൊ ഈ കഥവും ഇത് തിരിച്ചു വിളിക്കാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ നമ്മളിവിടെ ഓക്കെ മറ്റേ ഹോളുള്ള ബോക്സ് വഴി നമുക്ക് കയറി പോകാൻ പറ്റും. സോ താഴെ ഇരിക്കുന്ന ആ ഷെൽഫിൽ ഹോളില്ല. സോ ഇത് കൊണ്ടുവച്ച് അങ്ങനെ താവി പോണം. ഓക്കെ ഗൈസ്, ഒന്നേ ചത്തില്ല. ഞാൻ വിചാരിച്ചു പോവുകയായിരുന്നു കേസ്. ഈ ലെവറ നമ്മളെ പുള്ളിയാണോ. അപ്പം നമ്മളെ പിള്ളേർക്കും എല്ലാവർക്കും ഇനി പുറത്തു വരാൻ പറ്റും. ഇപ്പോൾ ഫോണിൽ നോക്കിക്കേ, ചാടിയത് എന്ത് സ്നേഹം ഗൈസ്. വല്ലാത്ത അമിതമായ സ്നേഹം വഴിഞ്ഞൊഴുകുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്തായാലും 6 പോലെ കിണ്ടെന്തായാലും പിടിച്ച് കഴിക്കുന്നില്ല ഗൈസ്, അതോടൊപ്പം. ഓക്കെ, വിട്ടോ ഗൈസ്, വിട്ടോ. ഫായ ഒന്നെങ്കിലും പൊളഞ്ഞല്ലോ, സന്തോഷം. ഓക്കെ, എല്ലാവരും ഉണ്ടല്ലോ, വാ പോവാ. ഒരുപാട് പുള്ളിരായി ഗൈസ് ഇവിടെ. എല്ലാ തലയന്മാരെയും കൊണ്ട് ഞാൻ നിൽക്കുക. ഉണ്ണികളെ ഒരു കഥ പറയാൻ സിനിമയിലെ അവസ്ഥയായി. ഓക്കെ, ഇവിടെ നിർത്തിയിട്ട് നമ്മൾ താഴെ പോയി ഫസ്റ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, ഫൈനലി നമ്മൾ എല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. എന്താ കാണാത്തെ? ഓക്കെ, നമുക്ക് തൂങ്ങിറങ്ങാം. ഭാഗ്യം 10 എന്നെ ഇരുന്ന. ഓക്കെ, പിള്ളേരവിടെ ഭയങ്കര പണിയില്ല, കോള് വാരി എറിയുന്നുണ്ട്. ഇതിൽ കയറി തിരി പാടാ, എല്ലാത്തതും പോലെ എന്താ പാടാ. ഞാൻ 2 വന്നു പാടാ വിട്ടാ. നമുക്ക് ജോലി ഇടേ യവന ഞാൻ ഇന്ന് ബാ.
തുടങ്ങിക്കോ. എല്ലാരും കൂടെ വാരി എറിഞ്ഞോ. ഗൈസ്, എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്? ലിഫ്റ്റ് ഓപ്പറേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ലിഫ്റ്റിൽ കയറാം. ചെയിനിൻ്റെ ഒരു കണ്ണയുടെ സൈസേ ഉള്ളൂ ഗൈസ്. കിഡ് അതും 6 അങ്ങനെ തന്നെയായിരുന്നു. സംഭവം ഇവിടെ നല്ല കുട്ടികളും അഴക്കക്കുട്ടികളുണ്ട്. ഈ 6 അഴക്കക്കുട്ടികളുടെ ലിസ്റ്റ് പെടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കേട്ടോ, നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അത് പറയുക. ഓക്കെ ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് എത്രയുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്ര നേരം നിങ്ങൾ ഇന്ന് കണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണണം. അല്ലാതെ എന്തായാലും നിങ്ങൾ ഇത്ര നേരം ഇരുന്ന് കാണത്തില്ലല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമ്മളവിടെ നിന്ന് നമ്മളെ തീരെടുത്തിട്ട് നമ്മൾ മാറുന്ന ചായ രക്ഷപ്പെട്ടു. പക്ഷെ മീനോട്ട് ആരോടുത്തെ ഓടി ഗൈസ്. ഓക്കെ, ടോർച്ച് ടോർച്ച് ഇവിടെ ഒരു വഴിയുണ്ട്. സമ്മതിക്കൂല. ഇതെങ്ങനെ ഇപ്പം അതിനകത്തോട്ട് കയറുക? ഇങ്ങോട്ട് വഴിയില്ല. അത് തന്നെയാണ് വഴി. വീഴുന്ന നിരങ്ങട പിന്നല്ല. ടോർച്ച് ഓഫ്. ഒറ്റയ്ക്ക് തള്ളിയെന്നില്ല വയസ്സ്. അപ്പോ നമ്മുടെ പിള്ളേര് ഒന്നാണ്. എന്താ വയസ്സ് ഇത്രയും നേരം? ഇവരെയൊക്കെ നമ്മൾ നേരത്തെ പരിചയപ്പെട്ട വയസ്സ്. തള്ളേ വേണ്ട, പിള്ളേരെടുത്ത് മാറ്റി. ഇവിടെ ഞാനെങ്കിലും ഒറ്റടാ. എന്താ വയസ്സ് ഇവിടെ? ഇതാണ് അവരുടെ സ്ഥലം കേട്ടോ. എന്താ ഒരു പാവയൊക്കെ ഇരിക്കുന്നുണ്ട്. ഒരുത്തൻ നമ്മളെ കൂടെ തന്നെ വരുന്നു വയസ്സ്. ഞാൻ നമ്മളെ ഇഷ്ടപ്പെട്ടു വയസ്സ്. അപ്പോൾ ഓക്കെ, കുത്താ നീ വാ. മേളിലെത്താൻ വഴിയാണ് പോകേണ്ട. നിന്നേം കൂടി അവന് വരാൻ പറ്റത്തില്ലല്ലേ. നോക്കാനെ കൊണ്ടുപോകാം വയസ്സ്. നോക്കിയേ എന്ത് സ്നേഹമാണ് അവന്. നോക്ക്, മേളിൽ കയറാം. നമുക്ക് ഒരുമിച്ച് യാത്രയാളാ. ഇതൊരു സാധനം നീക്കി. സാധനം നീക്കി കളയുന്നു. സാധനം നമ്മളിവിടെ നിന്ന് പോകുന്ന ഇഷ്ടമല്ല തോന്നുന്നു. ചാടി പിടിച്ച് എടുത്തിറങ്ങി. അങ്ങോട്ട് വരുന്നു. നോയില്ലേ? വരുന്നില്ല. നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പോകാനുള്ള. നമ്മൾ അവിടെ നിന്ന് പോകുന്നവന് ഇഷ്ടമല്ലെന്ന് തോന്നുന്നു വയസ്സ്. അന്ന് നമ്മൾ നീക്കി കളഞ്ഞുകൊണ്ടിരുന്നു നമ്മൾ കയറി വരുന്നതനുസരിച്ച്. ഓക്കെ, എവിടെയോ എത്തി. വഴിയില്ലല്ലോ വയസ്സ്. ലെഫ്റ്റും ഇല്ല റൈറ്റും ഇല്ല. ഫ്രണ്ടിലോട്ടാണോ മേളിലോട്ടും ഇല്ല. മറ്റ് ചൈനക്കാരി തള്ള ലേഡി കറക്റ്റ് സ്ഥലത്താ മോൻ വന്നിരുന്നേ. ഓക്കെ ഗൈസ്, നമുക്ക് ഗെയിം നിർത്താം. നെക്സ്റ്റ് എപ്പിസോഡ് ഉടനെ വരുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.